നമുക്ക് ഇതുപോലൊക്കെ ഉള്ളത് തയ്യാറാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5 പൈസ പോലും കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, ഒരു 4 രൂപ ചിലവ് മാത്രമാണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മീൻ വറക്കും, പൊരിക്കും, അതുപോലെ മീൻ കറി വെക്കും, ഇറച്ചി കറി വെക്കും. അത് കഴിയുമ്പോൾ ഒരു സ്മെല്ല് കാണും ഇല്ലേ? അപ്പോൾ ആ സ്മെല്ല് ഇല്ലാതാകാനായിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിങ് ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതായിട്ട് വെട്ടിത്തിളച്ച് കഴിയുന്നുണ്ട്. നമുക്ക് അവത്തിലേക്ക് വേറൊരു സാധനം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് തിളക്കട്ടെ. എല്ലാ കൂട്ടുകാരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴിപ്പോൾ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോഴേ. നമുക്ക് ഫാൻ ഇട്ടാലും അല്ല AC ഇട്ടാൽ തന്നെയും വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ചൂടാണ്. എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലൊക്കെ ചൂടാണോ ഏത് കാലാവസ്ഥയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് അതൊന്ന് കാണാം. നമുക്ക് അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചേക്കാണ്. അങ്ങനെ വെള്ളം വെട്ടി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വെള്ളം അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഇത് വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അവത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കംഫർട്ടാണ്. നമുക്ക് ഈ ഒരു പാക്കറ്റ് കംഫർട്ട് മുഴുവൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ല സ്മെല്ല്, ഈ അടുക്കളയ്ക്കകത്തിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു കളറാകും അപ്പോഴും ഇങ്ങനെ വെട്ടി തിളയ്ക്കുമ്പോൾ. നേരത്തെ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആയില്ലേ? നന്നായിട്ടൊന്നും വെട്ടി തിളക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിത് തണുക്കാനായിട്ട് വെളിയിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അങ്ങ് പോയായിരുന്നു ഇപ്പോഴേ. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ട് നമുക്ക് ഇത് കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റാം. ഏതെങ്കിലും ലോഷൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തിലേക്കോ ഒക്കെ നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഒരല്പസമയം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തണുക്കാനായിട്ട് നമ്മളൊരു ബക്കറ്റിനകത്ത് വെള്ളത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്, ഒരു സ്പ്രേ ബോട്ടിൽ. അവത്തിലേക്ക് ഇത് തണുത്ത് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിറച്ചു. നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇവിടെ ഒഴിച്ചപ്പോൾ വീണായിരുന്നു. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തുടയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഇതുകൊണ്ട് തുടയ്ക്കാം. അപ്പം തന്നെ കൗണ്ടർ ടോപ്പിൽ നല്ല ഒരു സ്മെല്ലൊക്കെ വരും. അതുപോലെ നമ്മുടെ മീൻ ഇറച്ചിയൊക്കെ കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും വരത്തില്ല. കണ്ടോ, അതുപോലെ നമ്മൾ തറ തുടയ്ക്കാൻ ഒഴിക്കുന്ന വെള്ളത്തിലെ ബാക്കിയുള്ളത് ഞാൻ ഈ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്റൂമിനകത്തിൽ ഒഴിക്കാം. അപ്പോഴും നല്ല ഒരു സ്മെല്ല് വരുന്നതാണ്. നമ്മൾ ഈ തറ തുടയ്ക്കുമ്പോൾ ആ വെള്ളത്തിനകത്ത് ഒഴിക്കാം. നമ്മുടെ തുണികളൊക്കെ പ്രസ് ചെയ്യുമ്പം ഇച്ചിരി നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തുണികൾക്ക് നല്ല സ്മെല്ലുണ്ടാകും. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് തേക്കാനായിട്ട്. അപ്പം നമുക്ക് അവത്തിലേക്ക് ഒരല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തേക്കാമെന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും ആ തുണിക്കകത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ചിലരൊക്കെ സ്പ്രേ ഒക്കെ അടിച്ചേച്ച് പോകുന്നവരുണ്ടെങ്കിൽ
സ്പ്രേ ഒന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇവത്തേലൊരു ശകലം ഇത് കംഫർട്ടൊക്കെ അടിച്ചിട്ട് പോവുകയാണെങ്കിലും നല്ല സ്മെല്ലാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ തറയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് തറയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വരില്ല. ഇതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നതാണ്. നമുക്ക് ഇവിടെയും കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം വാതക്കലും. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാമെങ്കിൽ നല്ല സ്മെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വില കൂടിയ ലീസോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് നല്ലത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് പൈസയ്ക്കും ലാഭമാണ്, നല്ല സ്മെല്ലും കിട്ടും നമ്മുടെ റൂമിൽ. അതുപോലെ തന്നെ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിക്കുകയാണ് നല്ലതാണ്. ഇതിനകത്തിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അണുനാശിനികളുണ്ടെങ്കിൽ വല്ല പുഴുക്കളോ ഈച്ച പൂച്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ചത്തുപൊക്കോളും. അപ്പോൾ ഈ ട്രിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.